ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ചെറിയൊരു ഇഞ്ചിക്കറിയാണ്. ഇന്ന് എല്ലാവർക്കും ഇഞ്ചിക്കറിയൊക്കെ വെക്കാൻ അറിയാം, എങ്കിലും എൻ്റേതായ രീതിയിൽ ചെറിയൊരു ഇഞ്ചിക്കറി അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായി കുറച്ച് ഇഞ്ചി എടുത്ത് ഞാൻ ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ അരിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണയിലിട്ടിങ്ങനെ വറുത്ത് കോരിയെടുക്കുന്ന ആ ഒരു രീതിയല്ല, ഇതൊരു ശകല എണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വറുത്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി എളിയൻ ഏതാണ്ടൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിക്കഴിഞ്ഞ് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കൊച്ചുള്ളിയും ഒരു 4 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇനി ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അത്യാവശ്യം നല്ല എരിവുള്ള നല്ല പാണ്ടിമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാണ്ടിമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാണ്ടിമുളക് എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് അറിയത്തില്ല. കുഞ്ഞിലെ മുതൽ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു കേട്ടു, പാണ്ടിമുളക് അങ്ങനെ പറഞ്ഞ ശീലമായിട്ട്, അതുകൊണ്ട് പറഞ്ഞ പാണ്ടിമുളകെന്ന്. അപ്പൊ ഇതുവരെ നമ്മുടെ ഇഞ്ചിക്കകത്ത് ചേർത്തത് ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നമ്മുടെ ചുമന്ന മുളക്, പാണ്ടിമുളക്, ഇത്രയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ എല്ലാം ഒന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ പാണ്ടിയിലയും കിടക്കുന്നതുകൊണ്ട് നമുക്ക് ലേശം മുളക് പൊടി ആവശ്യമുള്ളൂ. എന്നിട്ട് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇഞ്ചിക്കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഇഞ്ചിക്കകത്ത് ചേർക്കുന്നത് ഒന്നെങ്കിൽ പഞ്ചസാര ചേർക്കുക, അതല്ലെങ്കിൽ ഉണ്ട ചേർക്കും. ഞാൻ ചേർക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു സാധനമാണ് നമ്മുടെ ഈത്തപ്പഴം. നാരങ്ങാച്ചാറിലൊക്കെയാണ് സാധാരണ എല്ലാവരും ഈത്തപ്പഴം ചേർക്കുന്നത്. ഇത് ഞാൻ ഇഞ്ചിക്കറിക്കകത്ത് ശർക്കരയ്ക്ക് പകരം ഈത്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈത്തപ്പഴം ഇതിൻ്റെ കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. മൂക്കണ്ട, ആ ചെറുതായിട്ടൊന്ന് ആ ഒരു ഇത് മാറിയാൽ മതി. അപ്പം ഞാൻ ഇഞ്ചി കുറച്ചേ എടുത്തിട്ടുള്ളൂ, അത് കാരണം ഒരു 4 ഈത്തപ്പഴം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്, കൂടുന്നതനുസരിച്ച് ഈത്തപ്പഴം കൂടാം, മുളക് കൂടാം, ഉള്ളി കൂടാം, മുളക് പൊടി കൂടാം. അപ്പം ഇത് കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം കുറേശ്ശെ സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ മിക്സിയുടെ ജാറിലാക്കി കഴിഞ്ഞ് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കോ അരച്ചെടുക്കോ ആ നമ്മുടെ ഇഷ്ടം. ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം സാധാരണ കടുകൊക്കെ താളിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുക. ഇതിനായി ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഞെരടിയെടുക്കാം, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. ഇഞ്ചി വറുത്ത ചട്ടിയിൽ തന്നെ നമുക്ക് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ എന്ന വിശ്വാസത്തോടുകൂടി അല്പം കടുക് ഇട്ട് കൊടുക്കാം. ചൂടായി പൊട്ടി. ചെറിയ ഉള്ളി, ഇതിലേക്ക് നമ്മുടെ കായം ചേർത്ത് കൊടുക്കും. നമ്മുടെ ഇഞ്ചി ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പുളി വേണമെങ്കിൽ ഇനിയും ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് അരച്ചിട്ടുണ്ട്, കറക്റ്റ് ആയിരിക്കും. ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഈ ഇഞ്ചിയൊക്കെ പണ്ടുള്ള അമ്മമാര് എണ്ണയിൽ വറുത്ത് കോരി, മുളകും വറുത്തൊക്കെ കോരി, അരക്കല്ലങ്ങോട്ട് കഴുകിയെടുത്ത് അരകല്ലെ വെച്ച് നല്ലതുപോലെ അരച്ചെടുക്കും. അരച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദനമൊക്കെ അരയുന്ന പോലെയൊക്കെയാണ് ഇഞ്ചിയൊക്കെ അരച്ചെടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് മിക്സിക്കകത്തോട്ടിട്ട് 2 കറക്ക് എണ്ണ ഒഴിക്കുക, കടുക് വറുക്കുക, ഇഞ്ചിക്കറി റെഡിയായി. കറിയൊക്കെ ഏതാണ്ട് 1 വർഷത്തോളമൊക്കെ വെച്ച് കൂട്ടാൻ പറ്റും. നമ്മളൊക്കെ ഇപ്പോൾ എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും 1 മാസം കഷ്ടിച്ചിരിക്കും. പിന്നെ ചിലർ വെച്ചായിരിക്കും കേട്ടോ, അത് ചിലർ വെക്കുന്ന ഒരു കൈപുണ്യത്തിൻ്റെ ഗുണം പോലെ ഇരിക്കും. ഞാൻ വെക്കുന്ന എന്തായാലും 1 മാസത്തിൽ കൂടുതലിരിക്കത്തില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. ഉപ്പും പുളിയും മധുരവും എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ എൻ്റെ ഇഞ്ചിക്കറി എനിക്കിഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.